ഈ സീനിൽ അതീത് പെങ്ങിനെയും കൂട്ടി കരോക്കിലേക്ക് വരുന്നു. അവിടെ തനുനും കോട്ടും ലിങ്ങും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുപാട് സോങ്സ് ഒക്കെ പാടി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പെങ്ങിന്റെ മൂഡ് ഓക്കെ ആകുന്നു, അവള് ഹാപ്പി ആകുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. പെങ്ങിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി അതീതും അവളുടെ കൂടെ വരുന്നുണ്ട്. വരുന്ന വഴിക്ക് അവർ രണ്ടുപേരും കുറെ സംസാരിക്കുന്നു. നിനക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതെന്ന് അതീത് അവളോട് ചോദിക്കുമ്പോൾ, ആരാ പറഞ്ഞത് എനിക്ക് ഫ്രണ്ട് ഇല്ലാന്ന്? എൻ്റെ ഫ്രണ്ടാ നീ എന്ന് അവൾ പറയുന്നു. ഞാനല്ലാതെ മറ്റു ഫ്രണ്ട്സിനെ നീ ഉണ്ടാക്കണമെന്ന് അവളോട് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു. താൻ ചെയ്തതിനെല്ലാം പെങ് മദറിനോട് സോറി പറയുന്നു. നീ സോറി പറയേണ്ട ആവശ്യമില്ല, ഇതിൽ മിസ്റ്റേക്ക് എൻ്റെ ഉണ്ടെന്ന് മദർ പറയുന്നുണ്ട്. രണ്ടുപേരും ഹഗ് ചെയ്യുന്നു. പെങ്ങിനെ ടേക്ക് കെയർ ചെയ്തതിന് അവളുടെ ഫാദർ അതീതിനോട് താങ്ക്സ് പറയുന്നുണ്ട്. അവൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ വരുമ്പോൾ അതീത് പറഞ്ഞ അനുസരിച്ച് പെങ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ ആരുടെ അടുത്ത് പോയിരിക്കുകയാണെങ്കിലും അവരെല്ലാവരും അവിടെ എണീറ്റ് പോകുന്നു. കാരണം പെങ് എപ്പോഴും സ്കൂളിൽ ഫൈറ്റ് ചെയ്യായിരുന്നു. അവളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ആർക്കും താല്പര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ സ്കൂളിലെ ഗേൾസുമായിട്ട് പെങ് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. ടീച്ചർ വന്ന് അവരെല്ലാവരെയും കൂട്ടി ഓഫീസിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പേരൻസിനെ കൊണ്ടുവരണമെന്ന് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെങ്ങിൻ്റെ ഫാദർ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്തു എന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടേക്ക് വന്നത് നീ ഫൈറ്റ് ചെയ്തുകൊണ്ടല്ല, മറ്റൊരു റീസൺ കൊണ്ടാണ്. നീ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. നിന്റെ ഡ്രസ്സും സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഫാദർ പറയുന്നു. അദ്ദേഹം പെങ്ങിനെ കൂട്ടി വരുന്നത് അതീതിൻ്റെ വീട്ടിലേക്കാണ്. കുറച്ച് ദിവസത്തേക്ക് പെങ്ങിനെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അദ്ദേഹം തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നു. അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് അതീതിൻ്റെ ഫാദർ ചോദിക്കുമ്പോൾ, തനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് അതീതിൻ്റെ ഫാദറുമായി പെങ്ങിൻ്റെ ഫാദർ കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ പെങ് ഫാദറിനോട്, താങ്കൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്ന് വരുമെന്ന് ചോദിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിയ ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വരാമെന്ന് ഫാദർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഫാദർ പോകാൻ തുടങ്ങുന്ന കാണുമ്പോൾ പെങ് ഒരുപാട് സാഡ് ആകുന്നുണ്ട്. നീ ഇവിടെ എല്ലാവരുടെയും കൂടെ ഹാപ്പിയായി ജീവിക്കണം, കാരണവശാലും ആരുമായി ഫൈറ്റ് ചെയ്യരുതെന്ന് പെങ്ങിനോട് അവളുടെ ഫാദർ പറയുന്നു. തൻ്റെ മകളെ ടേക്ക് കെയർ ചെയ്യണമെന്ന് അതീതിൻ്റെ ഫാദറിനോടും അദ്ദേഹം പറയുന്നുണ്ട്. ഫാദറും മകളും ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. ഹഗ് ചെയ്ത് രണ്ടുപേരും കരയുന്നു. വളരെ ഇമോഷണലായ സീനാണ് ഇത്. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട്. ഈ സീനിൽ അതീതിൻ്റെ വീട്ടിലെ മെയ്ഡായ വാങ്ങിനെയാണ് കാണിക്കുന്നത്. പെങ് അവിടെ താമസിക്കുന്നതിൽ അവർക്കൊട്ടും ഇഷ്ടമല്ല. നെക്സ്റ്റ് മോർണിംഗിൽ പെങ് എണീറ്റ് വരുമ്പോൾ, നീ നന്നായിട്ട് ഉറങ്ങിയോന്നെല്ലാം അതീതിൻ്റെ ഫാദർ ചോദിക്കുന്നുണ്ട്. താൻ നന്നായിട്ട് ഉറങ്ങിയെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. വെളിയിൽ വന്ന ശേഷം അവൾ തൻ്റെ മദറിനെ കോൾ ചെയ്യുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഞാൻ എത്ര ദിവസം ഇവിടെ താമസിക്കേണ്ടി വരുമെന്ന് അവൾ മദറിനോട് ചോദിക്കുന്നു. നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നീ ഇപ്പോൾ എവിടെയാണെന്ന് മദർ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മദറിന് അറിയില്ലായിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും മദറിനോട് പറയുന്നു. അവർ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും പെൺ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മദർ കോൾ ആൻസർ ചെയ്യുന്നില്ല. ഇവിടെ അതീതിനെയും അവൻ്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. എക്സാമിന് വേണ്ടി അവരെല്ലാവരും ഗ്രൂപ്പ് സ്റ്റഡി നടത്തുമായിരുന്നു. പക്ഷേ കോട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്ന കാരണം അതീത് അവൻ്റെ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേ ടൈമിൽ പെങ് അതീതിനെ കോൾ ചെയ്യുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കേൾക്കുമ്പോൾ അവൾ ആകെ ടെൻഷനാകുന്നു. പെട്ടെന്നാണ് അവൾ തൻ്റെ മെയ്ഡിനെ കുറിച്ച് ഓർക്കുന്നത്. തൻ്റെ മെയ്ഡായ ഓങ്ങിനെ അവൾ കോൾ ചെയ്യുന്നു. വീട്ടിലെന്താ സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ വീട്ടിലല്ല വെളിയിലാണെന്ന് ഓങ് പറയുന്നുണ്ട്. സാരമില്ല, ഞാൻ ജെങ്ങിനെ കോൾ ചെയ്യാമെന്ന് അവൾ പറയുന്നു. ജെങ് അവളുടെ വീട്ടിലെ മറ്റൊരു മെയ്ഡാണ്. ജെങ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഓങ് ആ ഫോൺ ജെങ്ങിന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വെളിയിലാണ്. 2 വീക്സിലേക്ക് ലീവ് എടുക്കാൻ മാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു എന്ന് അവർ പെങ്ങിനോട് പറയുന്നു. എന്താ സംഭവിക്കുകയെന്ന് അറിയാതെ അവൾ ആകെ ടെൻഷനാകുന്നുണ്ട്. ഇവിടെ അതീതിൻ്റെ മദർ ഫാദറിനോട്, പെങ്ങിൻ്റെ ഫാദർ താങ്കളോട് ഒറ്റയ്ക്ക് എന്താ സംസാരിച്ചെന്ന് ചോദിക്കുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് ഫാദർ പറയുന്നില്ല. അപ്പോൾ അവരുടെ മെയ്ഡായ വാങ് ഓടി വന്ന് പെങ് റൂമിലില്ല എന്ന് പറയുന്നു. എല്ലാവരും നോക്കാനായി പെങ്ങിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അവിടെ എങ്ങും അവൾ ഉണ്ടായിരുന്നില്ല. അവർക്കൊരു നോട്ട് കിട്ടുന്നു.
എൻ്റെ പേരൻസിനെ കാണാനായി ഞാൻ ബാങ്കോക്കിലേക്ക് പോകുകയാണെന്നാണ് അവൾ ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അതേസമയം പെങ് ആ ഫാമിലെ ഒരു ഡെലിവറി ട്രക്കിൽ ഒളിച്ചിട്ടാണ് ബാങ്കോക്കിൽ എത്തുന്നത്. വണ്ടി നടങ്ങുമ്പോൾ അവളുടെ തലയിൽ നിന്നുള്ള റിബൺ ആ വണ്ടിയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വീട്ടിലെല്ലാവരും ടെൻഷനിലാണ്. പെങ് എവിടെ പോയിന്നറിയാതെ. ഡെലിവറി എല്ലാം കഴിഞ്ഞ ശേഷം ആ വർക്കർ അവിടേക്ക് വരുന്നു. കാര്യം ചോദിക്കുമ്പോൾ പെങ്ങിനെ കാണാനില്ലെന്ന കാര്യം അവർ അവനോട് പറയുന്നു. ആ വണ്ടിയിൽ വീണ റിബൺ എടുത്ത് അവൻ അവരെ കാണിക്കുന്നു. ഇത് പെങ്ങിന്റെ റിബൺ ആണെന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ മകന് മനസ്സിലാകുന്നുണ്ട്. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നു. പെങ്ങിനെ അന്വേഷിച്ച് ഫാദർ ബാങ്കോക്കിലേക്ക് പോകുന്നുണ്ട്. അതേസമയം പെങ് ഒരു ടാക്സിയിൽ വീട്ടിൽ വരുന്നു. വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സാധനങ്ങളെല്ലാം അലങ്കുലമായി കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് മുകളിലെ റൂമിൽ നിന്ന് ഒരു ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. അവൾ മുകളിലേക്ക് വന്ന് ആ റൂം തുറന്നു നോക്കുന്നു. തൻ്റെ ഫാദർ മരിച്ചു കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. ആകെ ഷോക്കാകുന്നു. അവൾ ഫാദറിൻ്റെ അടുത്ത് വന്ന് എണീക്കാൻ പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. പക്ഷേ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ നേരം കഴിയുമ്പോൾ പെങ്ങിനെ അന്വേഷിച്ച് അതീതിന്റെ ഫാദറും അവളുടെ വീട്ടിലേക്ക് വരുന്നു. രാത്രി ആയിട്ടുണ്ടായിരുന്നു. സോ വെട്ടൊന്നുമില്ലാത്ത കാരണം ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം അകത്തേക്ക് വരുന്നത്. വീടിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ദേഹത്ത് ഫുൾ ബ്ലഡ് ആയിട്ട് പെങ് നിൽക്കുന്ന കാണുന്നു. അദ്ദേഹം ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അദ്ദേഹം അതീതിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയ കാരണം അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അദ്ദേഹം തൻ്റെ വൈഫിനെ കോൾ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പെട്ടെന്ന് പെങ്ങിന് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. അദ്ദേഹം അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇവിടെ അതീതും ഫ്രണ്ട്സും കുറെ നേരമേ പഠിക്കുകയായിരുന്നു. സോ അവർ ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. തൻ്റെ ഫോണിൽ പെങ്ങിൻ്റെ ഫാദറിനെ കുറെ മിസ് കോൾസ് കണ്ട് അവൻ ഫാദറിനെ തിരിച്ചു കോൾ ചെയ്യുന്നു. കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഫൈനൽ എക്സാം ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഫാദർ അവനോട് പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ പെങ്ങിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. ഫാദർ വന്ന് അവളോട് സംസാരിക്കുന്നു. അങ്കിൾ, ഞാൻ ഇന്നലെ എൻ്റെ ഫാദറും മദറും മരിച്ചു എന്ന് ഒരു ബാഡ് ഡ്രീം കണ്ടു എന്ന് അവൾ പറയുമ്പോൾ, ഇതൊന്നും ഡ്രീമല്ല, സത്യമാണ്. നിന്റെ പേരൻസ് മരിച്ചു എന്ന് അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. അതിനുശേഷം അവളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വരുന്നു. പെങ്ങിനെ നന്നായി ടേക്ക് കെയർ ചെയ്യണമെന്ന് തൻ്റെ വൈഫിനോട് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അതീതും ഫ്രണ്ട്സും എക്സാം എല്ലാം കഴിഞ്ഞ സന്തോഷത്തിൽ ബീച്ചിൽ വരുന്നു. അവരെല്ലാവരും അവിടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതീതും തനൂനും ലിങ്ങിനെ നോക്കിയിരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ലിങ്ങിനെ ഇഷ്ടമായിരുന്നു. കോട്ട് അവിടേക്ക് വന്ന്, എന്താ നിങ്ങൾ രണ്ടുപേരും ലിങ്ങിനെ നോക്കി എൻജോയ് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രാജുവേഷന് ശേഷം നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഫ്രണ്ട്സ് പരസ്പരം ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ ഡ്രീംസ് പറയുന്നു. ഇവിടെ പെങ്ങ് തൻ്റെ പേരൻസിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് സാഡായിരിക്കുകയാണ്. അതിൻ്റെ മദർ വന്ന് അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഫുഡ് കഴിക്കാതെ ഡസ്റ്റ്ബിന്നിൽ കളയുന്നു. അവൾ ഈ ചെയ്യുന്നത് അവിടുത്തെ മെയ്ഡ്സ് കാണുകയും ചെയ്യുന്നുണ്ട്. അവർ ഇവളെക്കുറിച്ച് ഒരുപാട് മോശമായി പറയുന്നു. ഇതെല്ലാം കേട്ട് പെങ് ഒരുപാട് സാഡായി വെളിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് പെങ്ങിൻ്റെ ആ പഴയ 2 മെയ്ഡ്സും വരുന്നു. അവരെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവർ രണ്ടുപേരും അവളെ മാക്സിമം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഫൈനലി അവൾ ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് അതീതിൻ്റെ ഫാദർ ഹാപ്പിയാകുന്നു. പെങ്ങിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാനായി അവളുടെ മെയ്ഡ്സ് കിച്ചണിലേക്ക് വരുന്നു. അപ്പോൾ അവിടേക്ക് അതീതിൻ്റെ വീട്ടിലെ മെയ്ഡ്സും വരുന്നുണ്ട്. തൻ്റെ കിച്ചണിൽ മറ്റാളുകളെ കണ്ട് അവർക്ക് ഇഷ്ടമാകുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഫൈറ്റ് പിടിച്ചു മാറ്റാനായി ആ ഫാമിലെ വർക്കർ വരുന്നുണ്ടെങ്കിലും അവനും കുറേ അടി കിട്ടുന്നു. ലാസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാകുമ്പോൾ അവൻ അതീതിൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. അദ്ദേഹത്തെയും കൂട്ടി കിച്ചണിലേക്ക് വരുന്നുണ്ട്. ഇന്നു മുതൽ പെങ്ങിൻ്റെ മെയ്ഡ്സും ഇവിടെ താമസിക്കുന്നതെന്ന് അദ്ദേഹം തൻ്റെ മെയ്ഡ്സിനോട് പറയുന്നു. മെയ്ഡ്സ് ഫുഡുമായിട്ട് പെങ്ങിനെടുത്ത് വരുന്നു. എന്നിട്ട് കിച്ചണിൽ സംഭവിച്ച അടിയെക്കുറിച്ചെല്ലാം അവളോട് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ചോദിക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ മെയ്ഡ്സ് അവളെ തടയുന്നുണ്ട്. ഇവിടെ അതീത് ലിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നു. ഫസ്റ്റ് ടൈം കോളേജിൽ അവളെ മീറ്റ് ചെയ്തും മറ്റുമെല്ലാം ആലോചിച്ച് അവൻ ഒരുപാട് സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളെ കോൾ ചെയ്ത് മീറ്റ് ചെയ്യാനായി ബീച്ചിലേക്ക് വരാൻ പറയുന്നു. ലിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാനായിരുന്നു അതീതിൻ്റെ പ്ലാൻ. അപ്പോൾ അവിടേക്ക് തനൂൺ വരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് അതീത് ചോദിക്കുമ്പോൾ,
എന്നെ ഇവിടേക്ക് വിളിച്ചത് ലിങ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. ലിങ് അവിടേക്ക് വരുന്നു. അവർ മൂന്നുപേരും ഒരുമിച്ച് ബീച്ച് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. നിന്റെ ലൈഫിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ലിങ്ങിനോട് അതീത് ചോദിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് ലിങ് പറയുമ്പോൾ, നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ നിന്റെ ബോയ് ഫ്രണ്ട് ആകുന്നതിൽ നിന്റെ തോട്ട് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. ഇത് ശരിയാകില്ല. ബോയ് ഫ്രണ്ടിന്റെ പേരിൽ നിനക്ക് നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നഷ്ടമാകുമെന്ന് തനോൻ പറയുന്നു. ഇത് കേട്ട് അതീതിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നീ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് ലിങ് അവിടുന്ന് പോകുന്നു. സെയിം നൈറ്റ് ലിങ് ഫോണിൽ തൻ്റെ ഫ്രണ്ട്സുമായുള്ള ഫോട്ടോസിൽ നോക്കിയിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അതീതിൻ്റെ മദറിനോട് മേഡ്സ് പെങ്ങിൻ്റെ മേഡ്സിനെ കുറിച്ച് ഒരുപാട് മോശമായി സംസാരിക്കുന്നു. ഇത് പെങ് കേൾക്കുന്നുണ്ട്. അവൾ വന്ന് അവരെ അടിക്കുകയും അവരോട് ഒരുപാട് റൂഡായി പെരുമാറുകയും ചെയ്യുന്നു. ഇതൊന്നും അതീതിൻ്റെ മദറിന് ഇഷ്ടമാകുന്നില്ല. കാര്യങ്ങളെല്ലാം ഫാദറിനോട് പറയുന്നു. അപ്പോൾ അതീത് അവിടേക്ക് വരുന്നു. അവൻ വന്ന് പെങ്ങിനെ ഡോർ നോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഡോർ തുറക്കുന്നില്ല. അവൾ വിചാരിക്കുന്നത് അത് അതീതിൻ്റെ മദറാണെന്നാണ്. അവളെ വഴക്ക് പറയാൻ വേണ്ടിയ ഡോർ നോക്ക് ചെയ്യുന്നതെന്ന്. കുറേ നേരമായിട്ടും നിർത്താൻ നോക്കിയെന്ന് കേട്ട് അവൾ ദേഷ്യത്തിൽ വന്ന് ഡോർ തുറക്കുന്നു. അതീതിനെ കണ്ട് അവൾ ആകെ സർപ്രൈസ് ആകുന്നുണ്ട്. അവൻ്റെ കൂടെ അവൾ വെളിയിലേക്ക് വരുന്നു. നിന്റെ പേരൻസിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. എക്സാം ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ പോയി എൻ്റെ മദറിനോട് സോറി പറയണം. നീ മദറിനോട് ഒരുപാട് റൂഡായിട്ട് പെരുമാറിയെന്ന് അവൻ പറയുന്നു. പെങ് വന്ന് മദറിനോട് സോറി പറയുന്നു. അവളുടെ സോറി മദർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തനോൻ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നീ വീട്ടിലെത്തിയോ? അതിൻ്റെ അർത്ഥം അതീതും വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് തനോൻ്റെ സിസ്റ്റർ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും തനോൻ അവളെ വിടുന്നില്ല. നെക്സ്റ്റ് ഡേ അതീത് പെങ്ങിൻ്റെ കൂടെ ഫാമിലേക്ക് വരുന്നു. ഒരു ഫ്ലവർ നടാനായിട്ട് ഒരു കുഴി ഇടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഫാമിലെ വർക്കറായ സാബ് വരുന്നു. എന്നിട്ട് കുഴി എടുക്കാനായി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ പൊയ്ക്കോ, ഞങ്ങൾ എടുത്തോളാം എന്ന് അതീത് പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കാതെ അവിടെ നിൽക്കുന്നു. അതീത് വീണ്ടും നിർബന്ധിക്കുമ്പോൾ, എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് ചോദിച്ച് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതിനുശേഷം അതീത് പെങ്ങിൻ്റെ കൂടെ കുഴിയെല്ലാം എടുക്കുന്നു ഫ്ലവേഴ്സ് നടാനായിട്ട്. ഇത് അവൻ്റെ ഫാദർ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട് അദ്ദേഹം ഹാപ്പിയാകുന്നു. ഫാമിൽ നല്ല കാറ്റ് കാരണം പെങ്ങിൻ്റെ ഹെയർ എല്ലാം അവളുടെ ഫേസിൽ വീഴുന്നു. ഇത് കണ്ട് അതീത് വന്ന് അവളുടെ മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. പെങ് ഒരുപാട് ഹാപ്പിയാകുന്നു. ഈ സീനിൽ സാബ് ഫുഡ് കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് വരുമ്പോൾ മറ്റു വർക്കേഴ്സിനോട് പെങ്ങും അതീതും റിലേഷൻഷിപ്പിലാണെന്നും പെങ്ങിനെ ഉടനെ തന്നെ അതീത് മാരി എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അതീത് അവിടേക്ക് വരുന്നു. തൻ്റെ പിറകിൽ അതീത് നിൽക്കുന്ന കണ്ട് അവനാകെ പേടിക്കുന്നുണ്ട്. ഇന്ന് മുതൽ നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യുമെന്ന് അതീത് കളിയായിട്ട് അവനോട് പറയുന്നു. ഫുഡെല്ലാം കഴിച്ച ശേഷം അതീത് വീണ്ടും പെങ്ങിനെ കൂട്ടി ആ പ്ലാന്റ്സ് നടാൻ വേണ്ടി പോകുന്നുണ്ട്. സീഡൊക്കെ നട്ട ശേഷം അവൻ അവളോട്, ഇന്നു മുതൽ നീ ഈ പ്ലാന്റ്സിനെ കെയർ ചെയ്യണം. കറക്റ്റ് സമയത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം ചീത്തയായി പോകുമെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. താൻ ഈ പ്ലാന്റ്സിനെ കെയർ ചെയ്യാമെന്ന് അവൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും കൈയെല്ലാം കഴുകി നിൽക്കുമ്പോൾ നാം അവിടേക്ക് വരുന്നു. അതീതിനു വേണ്ടി ഗിഫ്റ്റുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അവൻ അവളെ നോക്കി, നീയും പെങ്ങും സെയിം ഏജ് അല്ലേ, സോ നിങ്ങൾ ഫ്രണ്ട്സ് ആകാൻ പറയുന്നുണ്ട്. നാം സമ്മതിക്കുന്നു. അവൾ പെങ്ങിൻ്റെ കയ്യിൽ പിടിച്ച് ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. പക്ഷേ അവൾ നഖം കൊണ്ട് പെങ്ങിൻ്റെ കയ്യിൽ പ്രസ് ചെയ്യുന്നുണ്ട്. പെങ്ങും അത്ര ഈസി പേഴ്സൺ അല്ലല്ലോ. അവളും തന്നെ നഖം കൊണ്ട് നാമിൻ്റെ കയ്യിലും പ്രസ് ചെയ്യുന്നു. വീട്ടിൽ വന്ന ശേഷം അതീത് അവളോട് രാത്രി 8 മണിക്ക് റെഡിയായി വരണം എന്ന് പറയുന്നു. നമുക്ക് മെറ്റീരിയൽ ഷവർ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അവൾ ഹാപ്പിയായി സമ്മതിക്കുന്നു. നൈറ്റ് ആകുമ്പോൾ അവർ രണ്ടുപേരും മെറ്റീരിയൽ ഷവർ കാണാൻ വരുന്നു. അവിടേക്ക് സാബും പെങ്ങിൻ്റെ മേഡായ ഓങ്ങും വരുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് മെറ്റീരിയൽ ഷവർ കാണാനിരിക്കുന്നു. സ്റ്റാർസിനെ കുറിച്ചെല്ലാം അതീത് പെങ്ങിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ച് അവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആകുന്നു. പെട്ടെന്ന് മെറ്റീരിയൽ ഷവർ തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും അവരവരുടെ വിഷസ് വിഷ് ചെയ്യുന്നു. അതീത് വിഷ് ചെയ്യുന്നത് ലിങ് തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. പെങ് വിഷ് ചെയ്യുന്നത് അതീത് എന്നും തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന്. നെക്സ്റ്റ് മോർണിംഗിൽ പെങ് അതീതിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ബ്ലഷ് ചെയ്യുന്നു. അവൾ അവനെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഓങ് ശ്രദ്ധിക്കുന്നു. ഇന്ന് നിനക്ക് ഇതെന്തു പറ്റി, നല്ല ഹാപ്പിയാണല്ലോ,
നീ എന്താ ഇത്രയും ബ്ലഷ് ചെയ്യുന്നേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അതീതിനെ കുറിച്ച് ഓർക്കുമായിരുന്നു എന്ന് പെങ് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ബ്യൂട്ടിഫുൾ കപ്പിളാണെന്ന് ഓങ് പറയുന്നുണ്ട്. പെങ് വളരെ ഹാപ്പിയാകുന്നു. ഇവിടെ സാബ് അതീതിന്റെ മേറ്റ്സിനോട് അതീതും പെങ്ങും റിലേഷൻഷിപ്പിലാണെന്നും അവൾ ഉടനെ തന്നെ മാരി ചെയ്യുമെന്നും ഇന്നലെ രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് മെറ്റീരിയൽ ഷവർ കാണാൻ പോയ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് മേറ്റ്സ് അതീതിന്റെ പേരൻസിൻ്റെ അടുത്ത് വന്ന് അതീതും പെങ്ങും മാരി ചെയ്യാൻ പോകുകയാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് രണ്ട് പേരൻസും ഷോക്കാകുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ടാന്ന് മദർ പറയുന്നു. ഇതെല്ലാം പെങ് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരുപാട് സാഡാകുന്നു.